64ാമത് ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവം ഒക്ടോബർ 27-ന് ആരംഭിക്കും. കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാല്യകൗമാരങ്ങളിലെ സർഗവാസനകളെ ഉണർത്തിക്കൊണ്ട് ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവത്തിന് ഒക്ടോബർ 27-ന് അരങ്ങുണരും. കേരള കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 81 വിദ്യാലയങ്ങളിൽ നിന്നായി 4000-ത്തിലധികം വിദ്യാർത്ഥികളാണ് കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരഫലം അറിയുവാനായി QR കോഡ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 15 വേദികളിലായാണ് മത്സരങ്ങൾ പുരോഗമിക്കുക. കലോത്സവം സുഗമമായി നടത്തുവാനായി 13 ഉപകമ്മിറ്റികളും സജ്ജമാണ്. പഞ്ചായത്ത് ഹാള്, കോപ്പറേറ്റീവ് ബാങ്ക് ഹാള്, പിന്നെ DS ഓഡിറ്റോറിയം എന്നീ ഭാഗങ്ങളിലായിട്ടാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. ഈ 15 വേദികളിൽ നടക്കുന്നതിന്റെ റിസൾട്ട് അറിയാൻ തിക്കും തിരക്കും ഒഴിവാക്കാൻ വേണ്ടി തന്നെ പൊതുജനങ്ങൾക്കായിട്ട് ഒരു സ്മാർട്ട് TV മെയിൻ എൻട്രൻസിന്റെ അവിടെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാട്സപ്പിലെ റിസൾട്ടിന്റെ അപ്ഡേഷൻ എല്ലാവർക്കും അറിയാം. അത് QR കോഡ് സംവിധാനം വെച്ചിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് എല്ലാവർക്കും അത് വാട്സപ്പ് ഗ്രൂപ്പായിട്ട് എല്ലാ റിസൾട്ടും എല്ലാവരുടെ കയ്യിലും എത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. 81 സ്കൂളുകള് 6000 കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. അതിന് ചിട്ടയായ ക്രമീകരണങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് കലോത്സവം നടക്കുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാനേജർ മൊയ്തു അനങ്ങനടി, പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രൻ, AO അബ്ദുൾ ഖാദർ, പ്രിൻസിപ്പൽ റജി, പ്രധാന അധ്യാപിക ശ്രീജ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രജനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പാലം ഉപജില്ലാ കലോത്സവം ഈ വരുന്ന 27, 28, 29, 30 തീയതികളിലായിട്ട് അനങ്ങമലയുടെ താഴ്വാരത്ത് പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ കലോത്സവം 15 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേരുന്നത്. കലോത്സവത്തിന് ഏറ്റവും മാറ്റുകൂട്ടുന്നത് അവിടുത്തെ പ്രകൃതി രമണീയമായ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ നമുക്ക് ഏറ്റവും ഹൃദ്യമായി ഏറ്റവും സന്തോഷകരമായി ഉപജില്ലാ കലോത്സവം നടത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ എല്ലാ കമ്മിറ്റികളുടെയും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും സംഘാടകരുടെയും അതേപോലെ തന്നെ ജനപ്രതിനിധികളുടെയും അധ്യാപകരുടെയും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭാഗമായി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത കലോത്സവത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ കലാപ്രേമികളായ ഏറ്റവും കൂടുതൽ കലയെ സ്നേഹിക്കുന്ന പാലക്കാട് ജില്ലക്കാരായ എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളെയും കലാ ആസ്വാദകരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചേട്ടൊരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.